സർവം വിഷ്ണുപാദാർപ്പണമസ്തു. സദസ്സിന് പ്രണാമം. സമയം എനിക്ക് അധികം തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു ധർമ്മ സംഭാഷണം എനിക്ക് നടത്തുവാനുള്ള ഒരു സാഹചര്യമില്ല. എങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട്, ആദ്യം തന്നെ പറഞ്ഞു 2 വാക്ക് സംസാരിക്കാനാണ് എന്നെ വിളിച്ചത്. 2-ന് പകരം 4 കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ചോദിക്കുകയാണ്, എത്ര മിനിറ്റ് ഉണ്ട് എനിക്ക്? 2 മിനിറ്റ്. ഇവരിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമയം കഴിയുന്നുണ്ടെന്ന് കൂവിയാൽ മതിയെന്ന്. എന്തായാലും എന്നെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇല്ല അല്ലേ? ഞാൻ താഴോട്ട് തന്നെ അറിഞ്ഞു. കാണാൻ സാധിക്കും. ഇപ്പോൾ കാണാമല്ലോ അല്ലേ? ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാം. ഛത്തർപൂർ അയ്യപ്പ പൂജാ സമിതിയാണ് ഇന്ന് നിലവിലുള്ളത്. ഇതിനൊക്കെ ഒരു മാറ്റം വരും കാലാകാലങ്ങളായിട്ട്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാര്യം ഇതിൻ്റെ സംഘാടകരെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ദൈവിക കാര്യമാണ് ഇത്. നമ്മൾ ബുദ്ധിമുട്ടി ചെയ്യേണ്ടതാണ് എന്ന് പലരുടെയും മനസ്സിലുണ്ട്. പക്ഷേ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ചെയ്തു കഴിഞ്ഞാൽ ഭക്തി ചെയ്യുവാനുള്ള സമയം നമുക്ക് കൂടുതലായിട്ട് കിട്ടും. എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എന്നെ പരിചയമുള്ളവർക്കറിയാം. ഞാൻ ഏത് സ്റ്റേജിൽ കയറിയാലും പൈസ വാങ്ങിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ നമ്മുടെ ധർമ്മത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് 2 രാക്ഷസീയ സ്വഭാവമുള്ളവരുടെ ഇടയിലാണ്. ഒന്ന്, നമ്മളെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുന്നവരെന്ന് പറയുന്നതും, 2, സ്വന്തം വരുമാനത്തിന്റെ ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും എന്ന് പറയുന്ന 2 വിശ്വാസികൾ. ശ്രദ്ധിക്കുക, ഇതിന്റെ ഇടയിലാണ് ധർമ്മത്തിന് വേണ്ടിയിട്ട് സമയം പോലും ചെലവഴിക്കാതെ ജീവിച്ചു കൂട്ടുന്ന സനാതന ധർമ്മ വിശ്വാസികളായ നമ്മൾ. ഞാൻ 100% ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ അടങ്ങുന്ന 99% ആൾക്കാരെ കുറിച്ചിട്ടാണ്. 1% ജീവിതവും സാഹചര്യവും എല്ലാം തന്നെ ധർമ്മത്തിന് വേണ്ടി പുലർത്തുന്നവർ. അത് 1%മേ ഉള്ളൂ. മറ്റുള്ള ധർമ്മത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 99% ധർമ്മത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരും 1% മാറി നിൽക്കുന്നവരുമാണ്. അന്നേരം നമ്മുടെ ധർമ്മത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നമ്മളുടെ ധർമ്മം എവിടെ എത്തി നിൽക്കുന്നു? പറയാറുണ്ട്, സനാതന ധർമ്മമാണ്, ഒരിക്കലും നശിപ്പിക്കപ്പെടാൻ പറ്റാത്ത ധർമ്മമാണ്. ഇതൊക്കെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിന്തിച്ച് സംതൃപ്തി അടയാം. ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് ധർമ്മത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ ഏത് പ്രദേശത്ത് ജീവിക്കുന്നുവോ അവിടെ തന്നെ നമുക്ക് ധർമ്മത്തെ പരിപാലിക്കുവാനുള്ള സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ ഒരു 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 കാര്യമാണ് നമുക്ക് പ്രദേശങ്ങളിൽ പലയിടത്തും ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഡൽഹിയിൽ തന്നെ ഒരു സമയത്ത് ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആർക്കപ്പുറം ഉണ്ടായിരുന്നത് ഇന്നുമുണ്ട്. ആർക്കപ്പുറം അയ്യപ്പ ക്ഷേത്രം. ആ സമയത്താണ് നമ്മുടെ ഇവിടുത്തെ അടുത്ത് തന്നെയുള്ള ഒരു പ്രദേശത്ത് മറ്റൊരു അയ്യപ്പ ക്ഷേത്രവും കൂടെ വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ മലയാളികൾ, നമ്മുടെ ധർമ്മത്തിലുള്ളവർ തന്നെ ചോദിക്കുകയുണ്ടായി, ഒരു അയ്യപ്പ ക്ഷേത്രം ഈ പ്രദേശത്തില്ലേ, പിന്നെന്തിനാ മറ്റൊരെണ്ണം? അവിടെയാണ് ഈ ചോദ്യവും വരുന്നത്. ഇവിടെ അടുത്ത് തന്നെ പല അയ്യപ്പ സേവാ സമിതികളുമില്ലേ, പിന്നെ എന്തിനാണ് ഛത്തർപൂരിലൊരെണ്ണം? ദേവലി, ഛത്തർപൂർ, മെഹ്റൗലി, ലാഡോസ്രായ് ഇങ്ങനെ പറയുന്ന പല സ്ഥലങ്ങളിലും അയ്യപ്പ സേവാ സമിതികളുണ്ട്. ഇങ്ങനെ തുടങ്ങിയ പല അയ്യപ്പ പൂജാ സമിതികളുമാണ് ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അയ്യപ്പ ക്ഷേത്രങ്ങൾ നമ്മുടെ ഈ ഡൽഹി എന്ന് പറയുന്ന പ്രദേശത്തുള്ളത്. ഇത്രമാത്രം പോലും പ്രാധാന്യമില്ലായിരുന്ന
അയ്യപ്പ പൂജാ സമിതികളാണ് ഇന്ന് വലിയ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ ധർമ്മത്തിന് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്നത്. ഇത്രമാത്രം പ്രാധാന്യമില്ലായിരുന്നു എന്ന് പറയാൻ ഞാൻ കാരണം, നമ്മുടെ അടുത്ത് തന്നെയുള്ള അയ്യപ്പ പൂജാ സമിതിയാണെങ്കിൽ, ഇന്ന് അയ്യപ്പ സേവാ സമിതിയാണെങ്കിൽ, അതും ഇതുപോലെ തന്നെ അയ്യപ്പ പൂജാ സമിതിയായിട്ടാണ് തുടങ്ങിയത്. പിന്നീട് അതിനെ അയ്യപ്പ സേവാ സമിതിയായി മാറി. അന്ന് ആദ്യത്തെ പൂജ നടന്നത് ഒരു ഗ്യാരേജിൽ വെച്ചായിരുന്നു. അത് ഗ്യാരേജ് മാറി ഇന്നൊരു മഹാക്ഷേത്രമായി മാറിയിരിക്കുന്നു. ഞാനിത് ഇത്രയും നേരം പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളിവിടെ പൂജ നടത്തുന്നു. എനിക്കറിയാം ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന സംഘാടകരൊക്കെ എന്തുമാത്രം രാപകൽ ചിലവഴിച്ചിട്ടാണ് നമ്മുടെ ധർമ്മത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത്. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സമയപരമായിട്ടും എല്ലാം കുറവുള്ള ആൾക്കാരാണ്. ഒരാളുടെ ആരോഗ്യം ഇത്രമാത്രമാണ്, ക്ഷീണിച്ചവശനായിട്ട് മയങ്ങുകയാണ് അദ്ദേഹം. ഇതാണ് സാഹചര്യം. അങ്ങനെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ നോട്ടത്തിൽ ഇന്ന് ഏകദേശം ഒരു 100 ആൾക്കാർ കാണും, 200 ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിലവിളക്കുകൾ, ഈ നിലവിളക്ക് ഈ സമിതിയുടെ സ്വന്തമല്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മൾക്ക് ഇത്രയും വിളക്കുകൾ ഇവിടെ ഉണ്ടായിക്കൂടെ? ഉണ്ടോ? ഉണ്ടായിക്കൂടെ? അടുത്ത വർഷം നമ്മൾക്ക് ഈ നിലവിളക്ക് മറ്റിടത്തൊന്നും ചോദിക്കാനുള്ള അവസരം ഉണ്ടാകരുത്. കേട്ടോ? ഇതാണ് ഓരോ പൂജാ സമിതികളുടെയും തുടക്കം. ആദ്യം നമ്മൾക്ക് വേണ്ടുന്ന നിലവിളക്ക് നമ്മൾക്ക് വേണം. അതിനുശേഷം പിന്നെ നമുക്കിങ്ങനെ വാടകയ്ക്ക് എടുത്തിട്ടുള്ള സ്ഥലമല്ലാണ്ട് നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് പൂജകൾ നടത്തണം. അതിനു വേണ്ടിയിട്ട് ഇത്രയും പ്രായമായവരെ കൊണ്ട് സാധിക്കില്ല. ഇവരുടെ വരുമാന മാർഗവും പരിമിതിക്കുള്ളിലാണ്. വരുമാനം ഉള്ളവർ മുന്നോട്ട് വരണം. ഇത് ഇത്രയെങ്കിലും നമ്മുടെ ധർമ്മത്തിന് വേണ്ടിയിട്ട് ചെയ്യണം. നമ്മുടെ ധർമ്മത്തിന്റെ നിലനിൽപ്പ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൂജാ സമിതികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഇന്നത്തെ ഈ കാലയളവിൽ. ഇതിനെ മാറ്റിയെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. ഏകദേശം 10-25 വയസ്സുള്ളവരെ ഒരുപാടുണ്ട്. സാധാരണ രീതിയിൽ ഇത് നമ്മുടെ ധർമ്മത്തിൻ്റെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചെറുപ്പക്കാരായിട്ടുള്ളത് എല്ലാ സ്ഥലങ്ങളിലും പോയാലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുറച്ച് ആൾക്കാരെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ അതിനൊരു മാറ്റമുണ്ട്. അതിനെനിക്ക് ഒരുപാട് സന്തോഷവുമുണ്ട്. ചെറുപ്പക്കാർ അന്നേരം അടുത്ത വർഷത്തെ പൂജ ചെറുപ്പക്കാർക്ക് വിട്ടുകൊടുക്കണം. അത് മസ്റ്റാണ്. അവർ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നില്ല എങ്കിൽ, നിങ്ങളൊരു കാര്യം പറയട്ടെ, ഇന്നീ പ്രായമായി ഇരിക്കുന്നവരുണ്ടല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സനാതന ധർമ്മം നമ്മുടെ ധർമ്മത്തോട് അടുപ്പിച്ച് നിർത്തിയില്ല എങ്കിൽ നിങ്ങളുടെ വാർദ്ധക്യകാലം എങ്ങനെ ആകണം എന്ന് ഞാൻ പറയണ്ടല്ലോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ധർമ്മത്തോട് അടുത്തു നിന്നില്ല എങ്കിൽ അവരെല്ലാം വഴിപിഴച്ചു പോകുന്ന ഒരു കാലമാണിത്. നിങ്ങളുടെ പ്രായമാകുമ്പോൾ, നിങ്ങളുടെ വാർദ്ധക്യകാലമാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ നമ്മുടെ ധർമ്മത്തോട് അടുത്ത് നിർത്തണം. നിങ്ങളുടെ കൈകളിലാണ്. അവർ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. അവർ വാട്സപ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതും നിങ്ങളുടെ ഒരു എസ്കേപ്പിസമാണ്. നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ജനിപ്പിച്ച കുട്ടികളല്ലേ? എന്തുകൊണ്ട് അവർ ധർമ്മത്തോട് അടുത്ത് നിൽക്കുന്നില്ല? ഒരു കാര്യമുണ്ട്, ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മറ്റുള്ള ധർമ്മത്തിലുള്ളവർ സ്വമനസാലെ സ്വന്തം കുഞ്ഞുങ്ങളെ ഈ വസ്ത്രം ധരിക്കുവാൻ വേണ്ടിയിട്ട് കൊടുക്കും. പള്ളിയിൽ അച്ഛനാകാനും ഒക്കെ അവർ സ്വന്തം ധർമ്മത്തിൽ നിന്ന് അവർക്ക് ഭയങ്കര അന്തസ്സാണ്.
ഒരു വീട്ടിൽ നിന്നൊരു പള്ളിയിൽ അച്ഛനുണ്ടെങ്കിൽ അവർക്ക് വലിയ അന്തസ്സാണ്. പക്ഷെ നമ്മുടെ ധർമ്മത്തിൽ ഈ ഇടുന്നവരെ പുച്ഛമായിട്ടാണ് കാണുന്നത്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അവരെ കുടുംബത്തിൽ നിന്ന് തന്നെ പുറന്തള്ളിയതായിട്ട്. ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ വസ്ത്രത്തിനുള്ള അഭിമാനം നഷ്ടപ്പെട്ട ഒരു കാലമായിരുന്നു. അത് മാറി വരികയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറയാം. ഈ ഛത്തർപൂർ കോർണറിൽ ഒരു സംഭവം ഉണ്ട്. ഞാൻ എൻ്റെ വണ്ടിയിൽ വരികയാണ്. വണ്ടിയിൽ വരുന്നുണ്ടേ ഈ നിറത്തിലുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് ആൾക്കാർ തെണ്ടാൻ നിൽക്കുക. അതോ നല്ല ചെറുപ്പമായിട്ടുള്ളവർ. എനിക്കിത് കണ്ടു കഴിഞ്ഞുണ്ടേ എനിക്കത് അത്ര സുഖിച്ചില്ല. എൻ്റെ വണ്ടിയിൽ ഒരു വടി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ വടിയുമായിട്ട് ഈ ഛത്തർപൂർ റെഡ് ലൈറ്റിൽ പുറത്തിറങ്ങി. ഞാൻ ഹിന്ദിയിൽ എനിക്ക് വേഷമിട്ടാന്ന് പറഞ്ഞോണ്ട് ചീത്ത വിളിക്കാൻ അറിയില്ല എന്ന് ആരും വിചാരിക്കരുത്. നല്ല ചെവി പൊട്ടുന്ന ചീത്ത ഹിന്ദിയിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചു വടിയെടുത്തോണ്ട്. ഇവന്മാര് നേരെയുള്ള സന്യാസിമാരായിരുന്നു എങ്കിൽ അവരവിടെ നിന്നേനെ. എന്തുകൊണ്ട് ഇത് പറ്റുന്നതെന്നറിയോ? ഇങ്ങനെയുള്ള വേഷമിട്ട് വന്നു കഴിഞ്ഞാലും അവർക്ക് ഭിക്ഷ കൊടുക്കുന്നത് നമ്മൾ സനാതനധർമ്മ വിശ്വാസികൾ മാത്രമാണ്. നിങ്ങൾ ഇതിനുള്ള മാന്യത വരണമെന്നുണ്ടെങ്കിൽ ഇതിട്ട് നിങ്ങൾ ആരെ എവിടെ കാണുന്നുവോ അവരെ വന്ദിക്കുവാൻ തുടങ്ങണം. ഇതിട്ടിട്ട് ഫ്രോഡുകളായിട്ട് പുറത്ത് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരെ തല്ലി ഓടിക്കാനും നിങ്ങൾ പ്രാപ്തമാകണം. നമ്മുടെ ധർമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇല്ല എങ്കിൽ കാലം മാറുകയാണ്. നമ്മളെല്ലാവരും വരും സമയങ്ങളിൽ ധർമ്മത്തിന് വേണ്ടിയിട്ട്, ധർമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മറ്റു പല രാജ്യങ്ങളും പോകേണ്ട അവസ്ഥ വരും. അതുണ്ടാവാതെ നമ്മുടെ ധർമ്മത്തിന്റെ രാജ്യമാണിത്, ധർമ്മത്തിന്റെ നാടാണ്, ധർമ്മത്തിന്റെ മൂല്യം കൊള്ളുന്ന നാട് നമ്മുടെ ഭാരതമാണ്. എല്ലാവരെയും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സമയക്കുറവുണ്ട്. പുറയിലിരുന്നവരിപ്പോൾ ചെണ്ട കൊട്ടുകയോ പോകുമല്ലോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് തന്ന സമയം ഞാൻ അതിക്രമിക്കുന്നില്ല. ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ശത്രു ആരെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. എത്രയുണ്ട് ഇവിടെ? ആരൊക്കെ ഉണ്ട് കോൺഗ്രസ്സുകാരായിട്ട്? ആരെങ്കിലും ഉണ്ടോ കോൺഗ്രസ്സുകാരായിട്ട്? ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എത്ര പേരുണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ്? ആരെങ്കിലും ഒക്കെ കൈ കൊട്ടും. പൊക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് പണിക്കൽ വെക്കാം. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ. ആരൊക്കെ ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാര്? ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയോ? നമ്മളുടേത് ആര് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാലമായിരിക്കുന്നു. നമ്മുടെ ധർമ്മത്തോട് ആര് അടുത്ത് നിൽക്കുന്നുവോ അവരെ നമ്മൾ നമ്മുടേതായിട്ട് കാണണം. കണ്ടേ മതിയാകൂ. നമ്മളുടെ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുവാ ഞാനൊരു പാർട്ടിയുടെ ബിഹാഫിലാണ് സംസാരിക്കുന്നത്. അല്ലേ അല്ല, അങ്ങനെ ഒരു തോന്നലേ നിങ്ങൾക്ക് വേണ്ട. ഇവിടെ വന്നിട്ട് കണ്ടുന്നുണ്ട് ദ്വാരപാലകർ ഇവിടെ കല്ലിലാണ് നിൽക്കുന്നത്. സ്വർണ്ണപ്പാടിയൊക്കെ അടിച്ചോണ്ട് പോയി. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ നാട്ടിലുള്ളവരെ, നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് വോട്ട് ചെയ്യാനൊക്കില്ല. നാട്ടിലുള്ള നിങ്ങളുടെ തന്നെ ആൾക്കാരെ വിളിച്ചിട്ട് പറയണം നമ്മുടെ ധർമ്മത്തോട് അടുത്ത് നിൽക്കുന്നവരെ നമ്മൾക്ക് വേണമെന്ന്. എങ്കിലേ നമ്മുടെ സനാതന ധർമ്മം കുറച്ചെങ്കിലും മൂല്യം അവശേഷിക്കുന്ന കേരളത്തിൽ ബാക്കി നിൽക്കുകയുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ഇതിനോട് അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളായത് കൊണ്ടാണ് പറയുന്നു, നമ്മുടെ ധർമ്മം കേരളത്തിൽ ഒരു കലാപം അതിവിദൂരമല്ല. 1921 നമ്മൾ ദിവസവും ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മളുടെ ശത്രുക്കളെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളുടെ ശത്രുക്കളായി കാണുവാനുള്ള സെക്യുലർ ചിന്താഗതി വെടിഞ്ഞ് നമ്മളുടേത് ആരെന്ന് മനസ്സിലാക്കി നമ്മളുടെ ധർമ്മത്തെ ജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം പരിശ്രമിക്കണം. നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞത് കേട്ട് കാണും. പൊളിറ്റിക്സ് സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നില്ല.
ഞാൻ എൻ്റെ ധർമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഇതൊക്കെ സംസാരിച്ചത്. എല്ലാവർക്കും സർവേശ്വരൻ്റെ കരുണയും കാരുണ്യവും സന്തോഷവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരണം.